ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ ഇലക്ഷന് കോൺഗ്രസ് പാർട്ടിയുടെ സീറ്റ് ഏകദേശം എല്ലാ പാർട്ടികളുടെയും സീറ്റുകൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അതിൻ്റെ ലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു 1, 2, 10 സീറ്റുകളുടെ മാത്രമാണ് ഇനിയും പ്രഖ്യാപിക്കാനായിട്ടുള്ളൂ. ഇതിൽ കോൺഗ്രസ് പാർട്ടി പറഞ്ഞത് സിറ്റിംഗ് എം പിമാർ ആരും മത്സരിക്കണ്ട. അങ്ങനെ വരുമ്പോൾ അടൂർ പ്രകാശ്, പിന്നെ വരുന്നത് സുധാകരൻ, കെ സുധാകരൻ, കണ്ണൂരിൻ്റെ പുലിക്കുട്ടി എന്ന് വിളിക്കുന്ന സുധാകരൻ. കാരണം കണ്ണൂർ അതല്ലെങ്കിൽ സി പി എമ്മിനെതിരെ, പാർട്ടിക്കെതിരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല. ഈ കോൺഗ്രസ്സിന് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരാൾക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം അത്രയും വലിയ രാഷ്ട്രീയമാണ് കമ്മ്യൂണിസം കേരളത്തിൽ പ്രതിനിധാനം ചെയ്യുന്നത്. അവരുടെ കേഡർ സ്വഭാവത്തിനെതിരെ കണ്ണൂർ പിടിച്ചു നിൽക്കാനും അതുമൂലം കേരളത്തിലുള്ള അതിനുള്ളൊരു ആവേശവും തീ കത്തിക്കാനും ഈ താഴെക്കിടയിലുള്ള കോൺഗ്രസ് പ്രവർത്തകരിൽ പോലും കണ്ണൂരിൻ്റെ പുലിക്കുട്ടി എന്ന അദ്ദേഹത്തിന് പ്രായമായി എന്ന് വിചാരിച്ച് ആ പുലിക്കുട്ടീനെ കൊണ്ടുപോയിട്ട് നിങ്ങളൊരു പൂച്ചയാക്കാൻ നോക്കിയാൽ നടക്കില്ല. അദ്ദേഹം പറഞ്ഞു എനിക്ക് മത്സരിക്കണം, രാഹുലായിട്ട് മുട്ടിയേക്കണേ, അമൂൽ ബേബി രാഹുലായിട്ട് മുട്ടിയിരിക്കണേ. അപ്പോൾ ആ രാഹുലുമായിട്ട് മുട്ടുന്ന അവസ്ഥയിൽ രാഹുൽ അങ്ങോട്ട് വിളിച്ചു. ഇന്നറിയാം അദ്ദേഹം മത്സരിച്ചിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, രണ്ട് പാർട്ടിയിലും രണ്ട് സുധാകരന്മാരാ പ്രശ്നം. മറ്റേ പാർട്ടിയിൽ കോൺഗ്രസ് പാർട്ടി സുധാകരൻ ഇവിടെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ സുധാകരൻ ഇറങ്ങിത്തിരിക്കുന്നത് കോൺഗ്രസ് സപ്പോർട്ടിലാണ്. പക്ഷെ അദ്ദേഹം പറയുന്ന വിഷയങ്ങൾ കോൺഗ്രസിനെതിരാണ്. അദ്ദേഹം പറയുന്നത് SDP എങ്ങനെയാണ് തെക്കോട്ട് വന്ന ആലപ്പുഴ പോലെയുള്ള സ്ഥലങ്ങളിൽ ശക്തി പ്രാപിച്ചതെന്നുള്ളത്. കോൺഗ്രസ് അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ SDP പോലെയുള്ള സംഘടനകൾക്കെതിരെ പറയാനായിട്ടുള്ള ധൈര്യം സുധാകരൻ കാണിച്ചിരുന്നു. ഇനി വീണ്ടും ഞാൻ കെ സുധാകരനിലേക്ക് വരുമ്പോൾ, കെ സുധാകരൻ ആരുടെ കൂടെ പോകാനാണ് സാധ്യത? ഒരു അറ്റം വരെ അദ്ദേഹത്തിന് കമ്മ്യൂണിസമായിട്ട് പിടിച്ചേക്കാൻ പറ്റില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകാരോടാണ് അദ്ദേഹം ഏറ്റവും മുട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്, കെ സുധാകരൻ ഒരു ട്രെൻഡ് കൊണ്ടുവന്നാൽ, KPCC പ്രസിഡൻ്റായിരുന്നു, മന്ത്രിയായിരുന്നു, അദ്ദേഹം അർഹതപ്പെട്ടതാണ്. അദ്ദേഹം വന്നിരിക്കുന്നത് കാരണം കേന്ദ്രത്തിൽ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല. കേന്ദ്രത്തിൽ 2029 ഇലക്ഷൻ വരുന്നുള്ളൂ. അത്ര നാൾ BJPയുടെ സ്ഥാനം സേഫാണ്, സെക്യൂറാണ്, മോഡി മന്ത്രിസഭ. ഒപ്പം തന്നെ അവിടെ വട്ടം കറങ്ങി നടന്നിട്ട് എന്താ കാര്യം? അതിലും ഭേദമുള്ള സ്ഥാനത്തിന് വേണ്ടി, ആ മുഖ്യമന്ത്രി സ്ഥാനത്തിന്, ഇന്ന് അദ്ദേഹം കേരളത്തിൽ വന്നാൽ ചെന്നിത്തല ആണോ കെ സുധാകരനാണ് സീനിയോറിറ്റി കിട്ടുക എന്നുള്ളത് വരും. VD സതീശനും ഒക്കെ അതിൻ്റെ പിന്നിൽ നിൽക്കുന്നുണ്ട്. എങ്കിലും അദ്ദേഹത്തിന് അർഹത, അദ്ദേഹം ആ മുഖ്യമന്ത്രി സീറ്റ് കസേരയ്ക്ക് വേണ്ടി തന്നെയാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരണം എന്നുള്ള ആ ഒരു താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ കെ സുധാകരൻ വന്നു കഴിഞ്ഞാൽ കെ സുധാകരൻ മത്സരിക്കാൻ അവസാനം സീറ്റ് കൊടുക്കേണ്ടതായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് വരും. കാരണം കെ സുധാകരൻ ഇങ്ങനൊരു വളരെ നിർണായകമായിട്ടുള്ള ഇലക്ഷൻ അവിടെ പിടിച്ചത്, ആ ട്രെൻഡുകൾ വടക്കൻ കേരളത്തിൽ മാത്രമല്ല മൊത്തം കേരളത്തിൽ ആളിക്കത്തും. ഇന്ന് നിൽക്കുന്ന BJPക്ക് ഒട്ടനവധി, വലിയൊരു ശതമാനം, ഒരു 5% വോട്ടിൻ്റെ മാറ്റം അവിടെ ഇവിടെയും വന്നാൽ മതി. ചില മണ്ഡലങ്ങളിൽ, കുറേ മണ്ഡലങ്ങളിൽ മാറ്റം വരും. അത് കോൺഗ്രസ് പാർട്ടിക്കും UDFനും അതിനെ നയിക്കുന്ന ഈ മുസ്ലിം ലീഗ് അടക്കമുള്ള UDFനും താങ്ങാൻ പോലും പറ്റില്ല. സുധാകരൻ എന്നൊരു ഒറ്റ വ്യക്തി മാത്രമായിരിക്കില്ല പോകുന്നത്, അണികളും ഇതുകളും പോവും. പക്ഷെ അവിടേക്ക് എത്തുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കി കണ്ടത്. കാരണം MP മത്സരിക്കണ്ട. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവിടെ നമ്മുടെ 2 MP വേണ്ടി, അതായത് സുധാകരൻ എന്ന MP വേണ്ടി നിയമം മാറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ അത് മാറ്റില്ല എന്നാണ് ഈ അവസാനമായിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്ന് വരുന്ന സൂചനകൾ പ്രകാരം ആർക്കും വേണ്ടി ആ ഒരു പ്രഖ്യാപിത നയത്തിൽ നിന്നും മാറുന്നില്ല എന്നാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം. അതിനെ അട്ടിമറിക്കണമെങ്കിൽ സുധാകരന് വിട്ടുപോകണം. സുധാകരൻ അങ്ങനെ ഒരു ധൈര്യം കാണിച്ചു. കാരണം ഈ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വാർദ്ധക്യം, അദ്ദേഹം അടുത്തൊരു 100 വർഷം കൂടി ജീവിക്കട്ടെ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിന് പ്രായാധിക്യം കൊണ്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അന്നതിനർത്ഥം 82 വയസ്സായ ട്രംപ് ഭരിക്കുന്നതാണ് ലോകം, അമേരിക്ക. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ 80 വയസ്സായ പിണറായി വിജയൻ ഭരിക്കുന്നു. അപ്പോൾ ഒരു പ്രായമായി, ഇദ്ദേഹത്തിന് 78-79 വയസ്സുള്ളൂ. അതിൻ്റെ പേരും പറഞ്ഞ് ഇദ്ദേഹത്തിനെ തള്ളി പുറത്താക്കിയാൽ കോൺഗ്രസ് പാർട്ടി എന്നും അതിനു വേണ്ടി ഒരു വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടി മനസ്സിലാക്കേണ്ടത്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് അങ്ങനെ ഒരു ഗാമ്പിൾ, അതായത് അങ്ങനെ ഒരു കളി കോൺഗ്രസ് കളിക്കാനായിട്ടുള്ള കളി വളരെ സാധ്യത കുറവാണ്. കാരണം അധികാരം കൈപ്പിടിയിലാണ് കോൺഗ്രസിൻ്റെ ഇരിക്കുന്നത്. കോൺഗ്രസ് അതും വളരെ നിർണായകമായ സംസ്ഥാനമാണ് ഈ പറയുന്ന കേരളം. ഇതും കൂടി വിട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വടക്കേന്ത്യയിലേക്ക് നോക്കിയിട്ടേ കാര്യമില്ല. അപ്പോൾ അമൂൽ ബേബി എന്നറിയപ്പെടുന്ന രാഹുൽ ഗാന്ധി
കണ്ണൂരിൻ്റെ പുലിക്കുട്ടി സുധാകരനെതിരെ തിരിയുമോ? സുധാകരൻ്റെ ആവശ്യത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ ഇനി രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഒരു മത്സരത്തെ നേരിടാനായിട്ടുള്ള യൗവനം നിലനിൽക്കുന്നില്ല. കെ സുധാകരന് ഇനിയൊരു മത്സരം കൂടി, കാരണം അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ മേലെ എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാലും ഈ പ്രായത്തിൽ ഇത്ര നാളും പാർട്ടിക്ക് വേണ്ടി സംഭാവനകൾ ചെയ്ത അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് എനിക്ക് മത്സരിക്കണം, ഞാൻ എം പി ആയിക്കോട്ടെ, ഇനി അതൊരു വിഷയമല്ല, എനിക്ക് മത്സരിക്കണം, മത്സരിച്ച് ജയിച്ചാൽ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നാൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കേണ്ടതായിട്ട് തന്നെ വരും. കാരണം അദ്ദേഹം അതിനു വേണ്ടിയാണ് ഇതിനെ വെല്ലാനായിട്ട് കോൺഗ്രസ്സിന് പറ്റുമോ എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി 22 ദിവസമുള്ളൂ, 21-22 ദിവസമുള്ളൂ. ഇതിനുള്ളിൽ നടക്കാൻ പോകുന്നത് ഒരു പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ ആ ഒരു ചിന്താഗതിക്കുള്ളിൽ സുധാകരൻ സമ്മതിക്കാൻ പോകുന്നില്ല. കാരണം എനിക്ക് മത്സരിക്കണം, കാരണം എൻ്റെ കാലം കഴിയാനാണ് പോകുന്നത്, എനിക്ക് ഇതെൻ്റെ അവസാനമായിട്ടുള്ള ആഗ്രഹമാണ്, തന്നില്ലെങ്കിൽ പോയി ഇപ്പുറത്ത് വന്നാൽ എന്തായിരിക്കും, BJP അദ്ദേഹത്തിന് ഇരു കൈകളും നീട്ടി സ്വീകരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കാരണം ഒട്ടനവധി ശത്രുക്കളും ഉള്ള ഒരു മണ്ഡലമാണ് കണ്ണൂർ പോലെയുള്ള മണ്ഡലത്തിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് പയറ്റി തെളിയാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ അദ്ദേഹത്തിനുള്ള സാധ്യതകൾ കൂടുതൽ കാണുന്നത് BJPയിലേക്ക് അത് രാജീവ് ചന്ദ്രശേഖർ പോയി അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവന്ന് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് കണ്ണൂർ അദ്ദേഹം മത്സരിച്ചാൽ ജയിക്കാനുള്ള സാധ്യത എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ കാണേണ്ടത്. വളരെ നിർണായകമായ തീരുമാനങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു MP മത്സരിക്കേണ്ടത്, അത് മുന്നേ പ്രഖ്യാപിച്ചതാണെങ്കിൽ കൂടി അടൂർ പ്രകാശിനൊക്കെ വേണ്ടി അത് മാറ്റാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ സുധാകരൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, എനിക്ക് മത്സരിച്ചേ പറ്റൂ എന്നാണ് പറയുന്നത്. സുധാകരനെ അനുനയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണുന്ന ഈ ഇലക്ഷനിലെ ഏറ്റവും നിർണായകമായ കോൺഗ്രസിനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം.